ഹായ്, ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു റീലാണ്. സത്യം ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിരുന്നു. ആക്ച്വലി രാഷ്ട്രീയപരമായിട്ട് എനിക്ക് സുരേഷ് ഗോപിയുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപി ഒരു നല്ല വ്യക്തിയാണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് അയാൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഭയങ്കരമായ ഹൈപ്പൊന്നും ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ പോലും ഒരു വ്യക്തി നമ്മളോട് വന്ന് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിനെ എടുക്കേണ്ട ഒരു ഫോം ഉണ്ടല്ലോ, അത് ചെയ്യുന്നതിന് പകരം ആ മനുഷ്യൻ്റെ പ്രായത്തിനെ പോലും ബഹുമാനിക്കാതെ അയാളെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു രീതി പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ആക്ച്വലി ഇതിനകത്ത് രാഷ്ട്രീയമല്ല കേട്ടോ, ഞാൻ അയാളൊരു സംഘിയാണെന്നോ BJP ഫേവർ ആണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പരാജയമാണെന്ന് തോന്നിയിട്ടില്ലേ? ഇത്രത്തോളം മോശപ്പെട്ട ഒരു കാര്യം വേറെ ആരെങ്കിലും ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്തിനാണ് നമ്മുടെ മാൻഡ്രയ്ക്ക് പോലും ഇത്രയും ധാർഷ്ട്യം കാണിച്ചിട്ടുണ്ടാവത്തില്ല. ഒന്നുകിൽ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. നമ്മൾ എന്തിനാണ് ഒരാളെ ഇലക്ട് ചെയ്ത് ആ പൊസിഷനിൽ കൊണ്ടിരുത്തുന്നത്? ഇപ്പം പുള്ളി എപ്പോഴും മിക്ക പ്രസംഗങ്ങളിലും ഒക്കെ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പ്രജകളെ നോക്കുന്നു എന്നാണ്. സോ രാജഭരണം, രാജാവ്, അങ്ങനെ ഒരു കൺസേൺ ആണ് പുള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു പ്രജ വന്ന് പറയുമ്പോഴെങ്കിലും അത് എന്താണെന്ന് കാണാൻ, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലും ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല, അയാളുടെ കൂടെ മറ്റൊരാളും ഇതേപോലെ നിവേദനം കൊടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ആൾ പോലും പെട്ടെന്ന് പുള്ളി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ട ഉടനെ ബാക്കിലേക്ക് കൈകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പം മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അടിമ ഗോപിയോട് പുച്ഛവും വെറുപ്പും മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവർ പല പ്രഹസനങ്ങളും കാണിക്കും. നമ്മുടെ കൊച്ചിനെ എടുത്ത് മൂക്കള ചീന്തി കളയുന്നത്, വീട്ടിൽ ഇവർ നമ്മളെ തുണി നനച്ചെറിഞ്ഞ് വീടിനകത്ത് കയറി വന്നിരുന്നിട്ട് ചോറ് കറി ദാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പല പ്രഹസനങ്ങളും ഇവറ്റകൾ കാണിക്കും. സത്യത്തിൽ ഇവറ്റകൾക്കൊന്നും ഒരു മനസാക്ഷിയോ ഒരു രീതിയിലുള്ള ഒരു മനുഷ്യത്വമോ ഇവർക്കില്ല. ഉണ്ടെങ്കിൽ ഈ ഒരു പ്രവൃത്തി പുള്ളി ചെയ്യത്തില്ലായിരുന്നു. ഇനി അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പുള്ളി എന്തിനായിരുന്നു വന്നു എന്നുള്ളത് ഒന്ന് കേൾക്കാം. സങ്കടമായി. എനിക്ക് മൈക്ക് മേടിച്ച് പറയുന്നുണ്ടായിരുന്നു സാറേ. എനിക്ക് അത്യാവശ്യം പറയാനറിയാം, വേറെ ഒന്നും പറഞ്ഞില്ല. കിടക്കാൻ സ്ഥലമില്ല, ആ ഇതായിട്ട് എനിക്ക് സുഖമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞ് 2 കൊല്ലമായി നമ്മൾ പറഞ്ഞിട്ട് ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്തെങ്കിലും സഹായം ചെയ്യുന്നിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു വീട് വേണമെന്നുള്ള അപേക്ഷയാണ് മന്ത്രിക്ക് കൊടുത്തത്. അദ്ദേഹം അത് വാങ്ങിക്കാത്തത് വലിയ വിഷമായി. വേറെ ആൾക്കാരും അപേക്ഷ കൊണ്ടുവന്ന് മടക്കി കൊണ്ടുപോയോ? കൊണ്ടുപോയി. ഇന്ന പാർട്ടിക്കാരൻ ഇന്ന ഇത് അങ്ങനെ ഒരു കൺസേൺ ഒന്നുമില്ല. ഏത് പാർട്ടിക്കാരനായിരുന്നാലും ഏത് ആളായിരുന്നാലും ശരി തന്നെ, നമ്മളോട് വന്നൊരു റിക്വസ്റ്റ് പറയുമ്പോൾ ആ റിക്വസ്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെന്തെങ്കിലും പ്രതിവിധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുകയും ചെയ്യുന്നതല്ലേ ഒരു നല്ല പൊതുപ്രവർത്തകന്റെ രീതി. പിന്നെ പുള്ളി എന്താ അവിടെ കക്കൂസ് കെട്ടി കൊടുക്കുന്നു, അവിടെ വീട് വെച്ച് കൊടുക്കുന്നു, അവർക്ക് കൊടുക്കുന്നു. ഇതൊരു പ്രാവശ്യമൊന്നും അല്ല സുരേഷ് ഗോപി ഇത് ചെയ്തത്. സുരേഷ് ഗോപി ഇതല്ല പൊതുപ്രവർത്തനം. ഇതിനെ പൊതുപ്രവർത്തനം എന്നല്ല പറയുക. നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു തെറ്റെന്താണെന്ന് അറിയാമോ? നമ്മൾ സിനിമാ നടന്മാരെ സിനിമയിൽ കണ്ട ആ ഒരു ക്യാരക്ടറായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് പലർക്കും ഈ അബദ്ധം പറ്റുന്നത്. സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ ഷോയല്ല. അത് പ്രതിനിധീകരിക്കുന്നത് ഒരു നടൻ എന്നതിനപ്പുറം അത് ഒത്തിരി പേരുടെ എഫർട്ടാണ്. ഇപ്പോൾ ഈ ബാലചന്ദ്ര മേനോൻ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ മാത്രം പെർഫോമൻസ് ആയിരിക്കും. കാരണം മിക്കവാറും എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ A to Z ചെയ്യും. അപ്പോൾ അത് അയാളുടെ സിനിമയ്ക്ക് അയാളെ പോലെ മൂല്യം ഉണ്ടാവും. അതേസമയം ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ നടത്തുന്ന ആരാണോ ഡയറക്ടർ, അയാളുടെ ആ മനസ്സിലുള്ള കാര്യങ്ങളാണ് അതിൽ കൂടെ വരുന്നത്. പിന്നെ അത് എഴുതുന്ന ആള്, അവരൊക്കെ തന്നെയാണ് സിനിമ കൊണ്ടുപോകുന്നത്. എഴുത്തുകാരൻ്റെ അയാളുടെ പേനയിൽ വരുന്ന ആ ജീവിതമാണ് അവിടെ വരച്ചു വെക്കുന്നത്. അത് വരച്ചു വെക്കുമ്പോൾ അത് കൃത്യമായി വരച്ചു വെക്കാൻ ആപ്റ്റായ ഒരാൾ, നമുക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്ന അത്രയും മനോഹരിതയിൽ അത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഡയറക്ടറുടെ മികവും കൂടെ അതിനകത്തുണ്ട് എന്നതിനപ്പുറം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരാജയങ്ങളാണ് ഈ നടന്മാർ ചില സമയങ്ങളിലെങ്കിലും. വല്ലാണ്ട് മ്ലേച്ഛതരമാണ് ഇവറ്റകൾ ഷെയർ ചെയ്യുക. വല്ലാണ്ട് ദേഷ്യം വരാറുണ്ട്. ചിലരെയൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ അവരെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഒത്തിരി അങ്ങ് എക്സ്പെക്ട് ചെയ്യും. ഇവർ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നില്ല. ചില മാസ് ഡയലോഗൊക്കെ പറഞ്ഞ ആൾക്കാരായിരിക്കത്തില്ല. സോ റിയൽ ലൈഫിലും അവർ ഇത്തരം മാസ് ഡയലോഗും മാസ് ആക്ഷൻസ് ഒക്കെ കാണിക്കും. നമ്മൾ തെറ്റിദ്ധരിക്കും. ആ തെറ്റിദ്ധാരണ തിരുത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു സത്യം തന്നെ ഒരു പഠിത്തമാണ്. ഈ പറയുന്ന ഇയാളെ ആര് ജയിപ്പിച്ചു വിട്ടാലും അവർക്ക് ഇതൊരു നല്ല തിരിച്ചടിയാണ്. കാരണം ഇയാൾ
പൊതുസമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇയാളെ ഇലക്ട് ചെയ്ത് ഇപ്പം ജയിപ്പിച്ചു, ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരുത്തി എന്നതിനപ്പുറം ഇയാൾക്ക് എന്തെങ്കിലും ഒരു മന്ത്രിക്കസേര, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ലെവലിലേക്ക് അയാളെ ചിന്തിക്കുക പോലും വേണ്ട, വേസ്റ്റ് ആയിരിക്കും. ഒരാളെ അയാൾ കൺസേൺ ചെയ്തില്ല. അയാളുടെ കുഞ്ഞുകുട്ടി പരാധീനം എന്നതിനപ്പുറം അയാൾക്ക് പൊതുസമൂഹത്തിനോട് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ മനുഷ്യനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ സിനിമകളിലൊക്കെ തന്നെ നമ്മൾ എത്ര കണ്ടത്, കിങ് എന്ന സിനിമയിലും കണ്ടാണെന്ന് തോന്നുന്നു, മമ്മൂട്ടി ഇങ്ങനെ ഒരു സീന് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു രാജ്യസ്നേഹി വരുമ്പോൾ, സ്വാതന്ത്ര്യ സമര സേനാനി വരുമ്പോഴത്തേക്ക് പുള്ളിയെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിടുമ്പം അദ്ദേഹം റെസ്പെക്റ്റോടെ എടുക്കുന്നില്ല. അതേപോലൊരു സിറ്റുവേഷനാണ് ഇത്. അത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലെന്നറിയില്ല. ഇതിന് മുമ്പ് മറ്റൊരു സീൻ ഞാൻ കണ്ടിരുന്ന, ഒരു അമ്മ വന്ന് കൈ കൊടുക്കുന്നതിന് പോയി കൈ കഴുകുന്നത്. പക്ഷേ OCD ഉള്ളവർക്ക് അങ്ങനെ പ്രശ്നമുണ്ടായിരിക്കും. ഓവർ ക്ലീൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അഴുക്ക രോഗമുള്ളവർക്ക് അതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ മുന്നിൽ വെച്ച് തന്നെ അത് ചെയ്യുന്നത് അത്യധികം അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിനത് ജാതീയമായിട്ടൊക്കെ പലരും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല, അയാൾക്കൊണ്ട് ജാതി ഉണ്ട് മനസ്സിൽ. പക്ഷേ ഇത് മാടമ്പിത്തരം, ഒരു നികൃഷ്ട ജന്മം എന്നതിനപ്പുറം ഒന്നും പറയാനില്ല. നിന്നെ കളിയാക്കാൻ പോലും തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ അത്രത്തോളം പുച്ഛവും വെറുപ്പും തോന്നിയ ഒരു ഇൻസിഡൻ്റാണ് ഇത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഒരു രാഷ്ട്രീയമില്ല, മനുഷ്യത്വം മാത്രമേ ഉള്ളൂ. അയാൾ ഇതുവരെ പറഞ്ഞിരുന്നതൊക്കെ നുണയാണെന്നും അയാൾക്ക് ഒരു മനുഷ്യത്വം ഇല്ലെന്നും അയാൾ ഇതൊക്കെ പൊളിറ്റിക്കൽ സ്റ്റണ്ടായിരുന്നു എന്നും പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു മനുഷ്യൻ വന്ന് അയാളുടെ നിവേദനം തരുമ്പോൾ അതെന്താണെന്ന് പോലും ഓപ്പൺ ചെയ്ത് നോക്കുകയോ ഒന്നും ചെയ്യാതെ തിരിച്ചു വിടുന്നത്. രാജ്യാതീതമായി, സംസ്ഥാനങ്ങൾക്ക് അതീതമായി മനുഷ്യത്വം ഒന്നും ഉണ്ടായിരിക്കണം. ഇന്ത്യയിലല്ലേ താൻ, ഇത്ര പോലും കോമൺ സെൻസ് ഇല്ലേ? ഇവിടെ നടക്കുന്ന എന്ത് കാര്യങ്ങളിലും തനിക്ക് തീരുമാനമെടുക്കാം. അതേ തീരുമാനം തന്നെ മറ്റുള്ളവരെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിക്കാനും സാധിക്കണം. അതാണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്. അവർക്ക് സാധിക്കണം. അത് തൻ്റെ ഒരു ലൊക്കാലിറ്റി മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് ഒരു വാശിയാണ്. ബന്ധുക്കൾക്കാണെങ്കിൽ ചെയ്തു കൊടുക്കത്തില്ലേ? ദാറ്റ്സ് ഇറ്റ്. കള്ള വോട്ട് നേടി ഈ ഒരു പൊസിഷനിലേക്ക് വന്ന ഒരു മ്ലേച്ഛൻ, അതിനപ്പുറം ഇവനിക്ക് ഒരു ഇതും കൊടുക്കാൻ തോന്നുന്നു, ഒരു പദവിയും അർഹിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.